മികച്ച ഭാവിക്ക് മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തിരഞ്ഞെടുക്കണം. വർഷങ്ങളുടെ പാരമ്പര്യം, ഏറ്റവും മികച്ച അക്കാഡമിക്. നിംസിലൂടെ പഠിക്കാം, ഉയരങ്ങളിലേക്ക് പറക്കാം. നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പട്ടാമ്പി, ഒറ്റപ്പാലം, കൊച്ചി. 8714791666. പട്ടാമ്പി നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. ശുചിത്വ ഹർത്താൽ ആചരിച്ചായിരുന്നു ശുചീകരണ യജ്ഞത്തിന് തുടക്കമായത്. നഗരസഭാ ചെയർമാൻ ടി ഷാജി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ ഹർത്താലോടുകൂടിയാണ് മഴക്കാല രോഗ പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 1 മണിക്കൂർ നഗരം ശുചീകരണത്തിനായി മാറ്റിവെച്ചായിരുന്നു പ്രവൃത്തികൾ ആരംഭിച്ചത്. നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുവാനും ഹരിതമാക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ ഹർത്താൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ടി ഷാജി നിർവഹിച്ചു. ശുചിത്വ ഹർത്താലിന് തുടക്കം കുറിച്ചുകൊണ്ട് നഗരത്തിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം ആദ്യ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. കഴിഞ്ഞ ദിവസം പട്ടാമ്പി നഗരസഭയിൽ വ്യാപാരി വ്യവസായികളുടെയും ബിൽഡിംഗ് ഓണേഴ്സിന്റെയും എല്ലാ അസോസിയേഷന്റെയും നേതൃത്വത്തിലുള്ള റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരമൊരു പരിപാടിക്ക് രൂപം നൽകിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, മഴ ഏതാനും ദിവസങ്ങൾക്കകം കടന്നു വരാൻ പോവുകയാണ്. അപ്പൊ ഒരു മഴ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ വീട്, നമ്മുടെ പരിസരങ്ങൾ, കടകൾ, പട്ടാമ്പി നഗരം, അഴുക്കുചാലുകൾ, തോടുകൾ ഇതെല്ലാം വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ മാരകമായ രീതിയിലുള്ള പകർച്ചവ്യാധികളൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള ഒരു ശുചീകരണ പ്രവർത്തനത്തിന് നമ്മൾ നേതൃത്വം നൽകുന്നത്. അപ്പൊ വിദ്യാർത്ഥികളൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറെ സ്വാഗതാർഹമായ രീതിയിലുള്ള അല്ലെങ്കിൽ സുദൃഢമായ രീതിയിലുള്ള ഒരുപാട് പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. NSSന്റെ ഓരോ വർഷത്തെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോഴും ഓരോ വീടുകളിൽ കയറി ചെന്ന് മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം എന്ന ഒരു സന്ദേശം നൽകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പട്ടാമ്പി നഗരത്തിലാണെങ്കിൽ നമുക്കറിയാം, നഗരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തികഞ്ഞ അവബോധമുള്ള ആളുകളാണ്. ആയതുകൊണ്ട് തന്നെ നഗരസഭ എടുക്കുന്ന ഇത്തരം ഒരു തീരുമാനം അത് സമയബന്ധിതമായി തന്നെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇനി വരുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള 1 മണിക്കൂർ സമയം നഗരത്തിലെ ശുചിത്വത്തിനായി എല്ലാവരും നിർബന്ധമായും മാറ്റിവെക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. ഈ സമയത്ത് വ്യാപാരികൾ, സ്ഥാപന ഉടമകൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ തങ്ങളുടെ വീടുകളും സ്ഥാപനങ്ങളും പരിസരങ്ങളും വൃത്തിയാക്കി ഈ ജനകീയ പദ്ധതിയുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ചടങ്ങിൽ സ്ഥിരസമിതി അധ്യക്ഷൻ ജിതേഷ് മൊഴിക്കുന്നം, ഷാഹുൽ ഹമീദ്, TP ഉസ്മാൻ, K മധുസൂദനൻ, സുബ്രഹ്മണ്യൻ MP, നഗരസഭാ സെക്രട്ടറി ഡോക്ടർ അമൽ S, ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നഗരസഭയിലെ വിദ്യാലയങ്ങളിലെ NSS, NCC, സ്കൗട്ട് ആൻഡ് വിദ്യാർത്ഥികൾ, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, വ്യാപാരികൾ, പരിസ്ഥിതി പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ, വിവിധ ക്ലബ്ബുകൾ, വായനശാലകൾ, നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ എന്നിവരും യജ്ഞത്തിൽ പങ്കാളികളായി. ശുചിത്വം പാലിക്കാം, ആരോഗ്യം സംരക്ഷിക്കാം, നമ്മുടെ നഗരത്തിനെ മനോഹരമാക്കാം എന്ന സന്ദേശമുയർത്തിക്കൊണ്ടാണ് പദ്ധതിയുമായി നഗരസഭ മുന്നോട്ട് പോകുന്നത്.